അല്ല സുമേ, മോന്റെ കല്യാണം കഴിഞ്ഞാരെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ, ഏടിയായിനു? തങ്കടുത്തിയ കല്യാണം കഴിഞ്ഞാൽ എന്തെല്ലോ വേദനയൊക്കെ ആയിനു. പിന്നെ ഏത് നേരവും പണി തന്നെയാണ്. ആളുണ്ട് പറഞ്ഞിട്ടെന്താ? ഞാൻ ഇന്നലെയും മെനിയാന്നൊക്കെ ഇതിലേ പോകുമ്പോൾ നോക്കീനി. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വിളിക്കണ്ടേന്ന് വിചാരിച്ചത്, അതുകൊണ്ട് ഞാനങ്ങ് പോയി. തങ്കടുത്തി എന്നാ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിറയെ പുല്ലും നിറഞ്ഞേക്ക് ഒക്കെ ഒന്ന് പറിക്കട്ടെ എന്ന് വിചാരിച്ച. അല്ല, മരുവളെയും പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ഇല്ലേ, ഒരു മാസമൊക്കെ ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? അതൊന്നും പറയേണ്ട തങ്കടുത്തിയെ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, വിളിച്ചാലൊന്നും വരൂല. പണ്ട് ഇമ്പളെയും കൊണ്ട് അമ്മായിമ്മ പഞ്ചായത്ത് മുഴുവൻ കറങ്ങായിരുന്നു. എൻ്റെ മരോളാൻ പറഞ്ഞു. ഇപ്പം ഈറ്റിയൊക്കെ ഉണ്ട് അതൊക്കെ ഒരു കോല കാര്യത്തിന് നേരം ഉണ്ടോ? അല്ല, എങ്ങനെയുണ്ട് പണിയൊക്കെ അങ്ങ് എടുക്കുവോ? പണീൻ്റെ ഒന്നും പറയണ്ട. 2-3 ദിവസം എന്തോ കുഴക്കം ക്ഷീണമൊക്കെയാ, വെറും കിടത്താ. എന്തേ ഉണ്ടായിക്കോ ആർക്കറിയാം. ഇപ്പോഴത്തെ തെറ്റുകൾ മിണ്ടൂലാലോ, ഇപ്പോഴത്തെ അറിയൂലല്ലോ. പണ്ടൊക്കെ അന്നേ തൊടാണ്ട് നിൽക്കണ്ടീനും അടക്കണ്ടി. ഇവിടെ അതൊന്നും ഇല്ലാലോ ഇപ്പോൾ. എന്നാ എന്തോ ഉണ്ടാവോ? ഇപ്പോഴത്തെ നിങ്ങളൊന്നും പറയില്ലല്ലോ, ഓലറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അല്ലേ എന്തെല്ലൊക്കെയോ കാർഡൊക്കെ വെച്ച് നോക്കുന്ന, അതുപോലെ എന്തോ ഓലറിഞ്ഞിട്ടുണ്ടാവും. ഉണ്ടായിക്കോ, പറയായിട്ട് തന്നെ അയക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ എന്തേലും പറയുമായിരിക്കും. അന്നപ്പം നോക്കാം. അതിനൊരു കാര്യമല്ല സുമേ, ഇതെന്നോ നിശ്ചയിച്ച് വെച്ച കല്യാണമല്ലേ. വീട്ടുകളെന്നോ നടക്കുന്നില്ലേ, എപ്പോഴുള്ളതാണെന്ന് ആർക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നോ, 4 ആൾ കേട്ടാലൊരു മോശമല്ലേ. ഇത് തന്നെയാണോന്ന് അറിയില്ല. 2 ദിവസം കഴിഞ്ഞാൽ അറിയാമല്ലോ, അന്നേരം പറയാം. വേറെ ആരോടും പറയണ്ട. ആണെങ്കിൽ ഞങ്ങളോട് പറയണ്ട. പിന്നെ ആൾക്കാരൊക്കെ അറിയും പറഞ്ഞോട്ടെ, വേറെ ആരോടും പറയണ്ട. സുമേ, ഞാൻ ആരോടും പറയൂല. ഞാൻ ആരോട് പറയാനാ? അല്ല ആയിക്കോട്ടെ തങ്കടുത്തേ. ഞാൻ കുറേ നേരമായി പുല്ലിറക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ട് ഓള് ചോറ് കളമ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര ചോറ് ഞാൻ പോരേക്ക്? വേണ്ട, ഞാൻ ചോറിന്ന് വന്നതാ. എന്നാലും പോരേക്ക്. വേണ്ട, ചോറിന്ന് വന്നതാ. ഞാൻ പോയി നോക്കട്ടെ. ഇതൊന്നും നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ. ഇല്ല, ഞാൻ പറയില്ല. ഇല്ലെങ്കിലും ഇതിപ്പോൾ ആരും അറിയാണ്ടിരിക്കുകയായിരിക്കും. ഇതിപ്പം കല്യാണത്തിൻ്റെ മുന്നേറ്റം ഉള്ളതായിരിക്കും. ഞാനിപ്പം പറയണം, ആരെങ്കിലും അറിയണമെങ്കിൽ. ഇതിപ്പോൾ ആരോടാ ഞാനൊന്ന് പറയാ? ഇത് എൻ്റെ മനസ്സിലിട്ടിട്ടുണ്ടായിരുന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ലളിതായിട്ടുണ്ടെന്ന് തോന്നുന്നു ആടാ. ഓലോടൊന്ന് പറയട്ടെ, അല്ലാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ലളിതേടത്തിയെ, നിങ്ങളിവിടെ കുത്തിൻ്റെ പത്രം വായിക്കുക? ഇതാര് തങ്കയോ? ഇവിടെ ഇരിക്കേ. രാധ ഉണ്ടായിരുന്നു ഇത്ര നേരം, ഓളിപ്പം അങ്ങോട്ട് പോയതാ. ഞാൻ ഇതിലേ പോകുമ്പോൾ നിങ്ങളെ കണ്ടേരെ ഒന്നും ഇങ്ങോട്ട് വന്നതാ. നിങ്ങൾക്കൊരു കൂട്ടം കേൾക്കണോ? എന്താ തങ്കേ, എന്തേലും പുതിയ ന്യൂസ് ഉണ്ടോ? പിന്നെ ഇല്ലാണ്ടാ, നിങ്ങൾക്ക് സുമേൻ്റെ കഥ കേൾക്കണോ? എന്താ തങ്കേ, കല്യാണം ഈ അടുത്തല്ലേ കഴിഞ്ഞത്? മരുവളായിട്ട് അടി എന്തോ ഉണ്ടായോ? അടി ഉണ്ടായതല്ലേ, മരുവക്ക് വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. മിണ്ടല്ലേ, 2-3 ആഴ്ചയായിട്ടല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അതിനിത് കല്യാണം കഴിഞ്ഞാലുള്ളതൊന്നും ആയിരിക്കൂല, അതിൻ്റെ മുന്നേ ഉള്ളതായിരിക്കൂ. എത്ര കാലമായി കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട്, പിള്ളേരെ ഇതിലൂടെയെല്ലാം പോണുണ്ട്. അതൊരു ശരി തന്നെയാ. കുറേ കാലമായില്ലേ കല്യാണം ഉറപ്പിച്ചിട്ടിട്ട്. പിള്ളേർ ഇങ്ങനെ സർക്കിയിട്ട് അടിക്കലായിരിക്കൂ. അതല്ലാണ്ട് ലളിതത്തിയെ, ഓക്കെ ഇനി പുറത്തിറങ്ങി നടക്കാൻ കഴിയുമോ? ഇത് നല്ലൊരു ചെതല്ലേ കേൾക്കാൻ. അത് തന്നെ വല്ലാത്തൊരവസ്ഥ. ഇപ്പോഴത്തെ കാലല്ലേ. എന്നാ ഞാൻ പോട്ടെ. എനിക്കിത് ആരോടെയും പറയായിട്ട് എനിക്ക് എന്തോ ഒരു സമാധാനക്കേട്. അതാ ലളിതത്തിൻ്റെ അടുത്തേ പാഞ്ഞു വന്നെന്ന് പറയാമെന്ന് വിചാരിച്ചത്. അങ്ങി വേഗം പോയിക്കാ. പോകുന്ന ബാക്കി ഗീതയോടൊക്കെ എന്നാ പറഞ്ഞേ, ഓളൊന്നും അറിഞ്ഞിണ്ടാവില്ല. ആയിക്കോട്ടെ, ഞാൻ പറയാം. രാജിയേ, എന്തേ സുമതി എടുത്തേ? നീ ഒന്ന് കുടുംബശ്രീൻ്റെ പൈസ ഒന്ന് കൊടുക്കുവോ? എനിക്കിന്ന് വരാൻ കഴിയൂല, എനിക്ക് ഒരുത്തി പോകാനുണ്ടായിരുന്നു. ഞാൻ കൊടുത്തോളാം, അങ്ങ് തന്നേക്ക്. 550 ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന്ന് കണക്കൊക്കെ കേട്ടോ. ആയിക്കോട്ടെ സുമതി എടുത്തേ, ഞാൻ കൊടുത്തോളാം. അല്ല, മരുവോള് ഇവിടെ ഇല്ലേനോ? ഓള് ഇവിടെ അല്ല, ഓള് അങ്ങ് പോയിക്ക് പറക്കാൻ. 2-3 കൊല്ലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? ഒന്നും ഇല്ലല്ലേ? അതൊന്നും പറയണ്ട സുമതി എടുത്തേ. എത്രയോ ഡോക്ടറെ കാണിച്ചു. ആ പെണ്ണിന് തന്നെയാന്ന് തോന്നുന്നു കുഴപ്പം. എന്താത്തൊരു കഷ്ടല്ലേ. മുമ്പൊക്കെ ഉണ്ടാവില്ലേ ഒരു കുഞ്ഞിക്കാര് കാണാനൊക്കെ ഒരു ആഗ്രഹം? ഇനി ഉണ്ടാവുമോന്ന് തന്നെ ആർക്കറിയാം.
എന്തോ ബേജാറാ സുമതി എടുത്തി. ഐറ്റകളോട് ഞാൻ എന്നും ഉണ്ട് മാറ്റി കാണിക്കാൻ പറയുന്നത്. ആരോട്? പിള്ളേർക്കുണ്ട് അപ്പോൾ എന്തേലും ചിന്ത? ഓളെ കുഴപ്പം തന്നെയാന്ന് തോന്നുന്നു. ആറ്റ് നോറ്റൊരു കല്യാണം കഴിച്ചാൻ സുമതി എടുത്തി. ഇങ്ങനത്തേനൊന്നിനായിപ്പോൾ കിട്ടി എന്താക്കാനാ? അതിനൊരു കാര്യം ചെയ്യും രാജേഞ്ഞി, ഇനി അതിനെ അങ്ങ് ഒഴിവാക്കിക്കാളി. എന്നിട്ട് ഓന് വേറെ ഒരു കല്യാണം കഴിച്ചോളി. നല്ലൊരു കുഞ്ഞിക്കാല് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുമല്ലോ. അത് ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സുമതി എടുത്തി. പിന്നെ എങ്ങനെ അവനോട് പറയുക, അതാണ്. എന്തായാലും ഒരു കൊല്ലോടിയൊക്കെ നോക്കുക. അല്ലേമ്പക്ക് മാറ്റി കഴിക്കല്ലാണ്ട് നിവൃത്തിയുണ്ടോ? എന്നാ അങ്ങനെ ഏറ്റാൻ ചെയ്തോളി, അല്ലാണ്ട് ഇപ്പം എന്താക്കാനാ. ഞാൻ പോട്ടെ, ഇനി അത് കൊടുക്കാൻ മറക്കരുതേ. ആയിക്കോട്ടെ, ഞാൻ കൊടുക്കണ്ട്, നിങ്ങൾ പോയിക്കോളി. ഇനിയിപ്പോൾ മോൻ്റെ കുറ്റങ്ങാനായിരിക്കും, വെറുതെ അതിനെ പറയാണ്. മക്കളെ ആരും പറയില്ലല്ലോ, അവനാൻ്റെ മക്കളാ. നാട് മുഴുവൻ എന്നിട്ട് പാടി നടക്കുക പെണ്ണിൻ്റെ കുറ്റാണ്. ആരെപ്പോലെ ഞാനെല്ലാവരോടും പറയും ചെക്കൻ്റെ കുറ്റാണ്. ആയിട്ടാ പറ്റൂല. ഈ വീഡിയോയിലെ 2 സാഹചര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് അവസ്ഥ. കല്യാണം കഴിഞ്ഞ പാടെ ഗർഭിണിയായാൽ അത് കുറ്റം, നാണക്കേട് എന്നൊക്കെ. എന്നാലോ 2 വർഷമായിട്ടുമില്ലെങ്കിൽ അത് അതിലും വലിയ കുറ്റം. എന്തായാലും ഇങ്ങനെയുള്ള ചില അയൽവാസികൾക്കൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിലും കൂടുതൽ ആകാംക്ഷയും ശ്രദ്ധയും ഒക്കെ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയുന്നതിലായിരിക്കും. എന്നാൽ അത് 10 പേരെ അറിയിക്കാതെ ഇവർക്കിട്ട് സമാധാനവും കാണില്ല. ഈ കഥയും കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.